കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ 30-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുയേശുവിൽ കൂടെയുള്ള നിരപ്പാണ്. കരീബിയൻ തീരമായ ഉള്ളുത്തുറയിൽ മനുഷ്യനിർമ്മിതമായ ഒരു പാലമുണ്ട്. സന്ദർശകർക്ക് അവിടെ നിന്ന് ആർത്തരുമ്പുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ശാന്തമായ കരീബിയൻ കടലിൻ്റെയും മനോഹരമായ കാഴ്ച കാണാം. കാലക്രമേണ കടലാക്രമണ നിമിത്തം ഈ പാലത്തിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ആ പാലം ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം എന്ന കാരണത്താൽ ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ മത്തായി ശ്ലീഹ ഇപ്രകാരം പറയുന്നു: ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പാപത്തിൽ വീണുപോയ മനുഷ്യനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവിനോട് നിരപ്പാക്കുന്ന ഏക മാർഗം അഥവാ പാലം പുത്രനാം ദൈവം തന്നെയാണ്. പാഠപുസ്തകം 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ഉണ്ടായ ദർശനം എന്തെന്നാൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ സിംഹാസനത്തിന് ചുറ്റും നിന്ന് കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും കരയേറ്റുന്നതാണ്. വ്യത്യസ്തതയുടെയും ഐക്യത്തിൻ്റെയും മനോഹരമായ ഒരു ദർശനമാണ് ദൈവ ജനത്തെക്കുറിച്ച് വിവരിക്കുന്നത്. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെങ്കിലും സ്വർഗത്തിലേക്കും നിത്യതയിലേക്കും ദൈവം സൃഷ്ടിച്ച സകലരെയും ദൈവം ക്ഷണിക്കുന്നത് നിരപ്പിൻ്റെ ഈ ഇടുങ്ങിയ വാതിലിൽ കൂടെയാണ്. കർത്താവിൻ്റെ ക്രൂശിലെ മരണവും ഉയർപ്പും സ്വർഗാരോഹണവും തന്നെയാണ് സുവിശേഷം അഥവാ സദ്വർത്തമാനം. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ലഭിച്ച പ്രവേശനം തന്നെയാണ് ഇന്നും എന്നും പങ്കുവയ്ക്കപ്പെടേണ്ട നിരപ്പിൻ്റെ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ ഇപ്രകാരം പാടിയത്: പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. നമുക്കും ചേർന്ന് പാടാം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, പുത്രനിലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് നിരപ്പിൻ്റെ പാത കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ. ആമേൻ.